ഹലോ ഗൈസ്, ഇന്നൊരു ഫുഡ് അടി വ്ളോഗാണ്. ഞങ്ങൾ ഇന്ന് ഡിന്നർ കഴിക്കാനായിട്ട് പോകുന്നത് അബ്സല്യൂട്ട് ബാർബിക്യൂസ് എന്ന് പറയുന്ന യശ്വന്ത്പൂർ ബാംഗ്ലൂരിലുള്ള കടയിലോട്ടാണ്. ഇവർക്ക് 1-2 ബ്രാഞ്ച് ബാംഗ്ലൂരിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 8:30-ക്കാണ് ടേബിൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ പ്രൈസ് വന്നിട്ട് പെർ ഹെഡ് 850 ആണ്. അൺലിമിറ്റഡ് ഫുഡാണ്, നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ടേബിൾ. എല്ലാം നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 പലക പീസ് കാണുന്നതാണ് ഗ്രില്ല്. അതിനകത്താണ് അവർ കനൽ കൊണ്ട് നിറയ്ക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ക്രീമി പൊട്ടറ്റോ വന്നു. അതിനുശേഷം നമുക്ക് വന്നത് ഫ്രൈഡ് ചോളമായിരുന്നു. അപ്പോൾ ഇത് രണ്ടും വളരെ ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ്. അതിനുശേഷം നമ്മുടെ ഗ്രില്ലിനകത്തോട്ട് കനൽ കൊണ്ടെത്തിയിട്ടുണ്ട്. അതിനുശേഷം ഗ്രില്ല് ഫില്ല് ചെയ്തു. ചിക്കൻ, ഫിഷ്, കട്ട് ഫ്രൂട്ട്സ് എല്ലാ സാധനങ്ങൾ കൊണ്ട് നിറയ്ക്കും. വളരെ ടേസ്റ്റിയാണ്. ഞങ്ങൾ 3 കൂടെ ഏതാണ്ട് 19ഓളം ഗ്രില്ലുകൾ തന്നെ ഫിനിഷാക്കി. അപ്പോൾ അപ്പുന് പാനിപ്പൂരി കഴിക്കണം എന്നൊരാഗ്രഹം. അങ്ങനെ ലൈവ് കൗണ്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പാനിപ്പൂരി വാങ്ങി. ആ സമയം കൊണ്ട് കുഞ്ഞവിടെ കളിയൊക്കെ തുടങ്ങി. ആൾക്ക് ഫുഡ് കഴിക്കുന്നതിനേക്കാൾ ഇഷ്ടം പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുകയാണ്. എവിടെ പോയാലും ഇത് തന്നെയാണ് ആളുടെ പരിപാടി. അടുത്തുള്ള ടേബിളിലെ കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ കളിച്ച് നടക്കുമായിരുന്നു. അവിടെയുള്ള സ്റ്റാഫും ഒക്കെ വന്ന് ബലൂണൊക്കെ കൊടുത്തു. അങ്ങനെ അവർ വളരെ ഹാപ്പിയായിരുന്നു. അങ്ങനെ അവിടെ കളിച്ച് നടക്കുന്ന സമയത്ത് ഞങ്ങൾ നേരെ അത്യാവശ്യം ഗ്രില്ലൊക്കെ കഴിച്ചതിന് ശേഷം വയറ് നിറഞ്ഞതിന് ശേഷം മെയിൻ കോഴ്സിലോട്ട് പോയി. ദോശ, മീൻ കറി, ചിക്കൻ കറി, പിന്നെ ഇത് വന്നിട്ട് ബട്ടർ ചിക്കനും ചിക്കൻ ബിരിയാണിയും ആയിരുന്നു. എല്ലാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ്. നെക്സ്റ്റ് വന്നിട്ട് ഇത് വന്നിട്ട് വെജിറ്റബിൾ ദം ബിരിയാണിയാണ്. ചീസൊക്കെ സ്പ്രെഡ് ചെയ്ത് അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് വന്നിട്ട് അവരുടെ കട്ട് ഫ്രൂട്ട്സ്, സാലഡ്സ്, ഫ്രൂട്ട്സ്, പിക്കിൾസൊക്കെ വെച്ചിട്ടുള്ളൊരു സെക്ഷനാണ്. ബ്യൂട്ടിഫുള്ളായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ നോക്കിയതിന് ശേഷം നെക്സ്റ്റ് വന്നിട്ട് പപ്പടമാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അതിന് ശേഷം ഇത് വന്നിട്ട് മട്ടൻ ബിരിയാണിയാണ്. അതിനുശേഷം പിന്നെ കുറച്ച് കറികളാണ്. മഷ്റൂം കറി, പനീർ കറി, ഗോബി, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത് വന്നിട്ട് ഹക്ക നൂഡിൽസും വേറെ എന്തോ 2 കറികളും ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിപ്പോൾ ഓർക്കുന്നില്ല. ഇത് വന്നിട്ട് പ്ലെയിൻ റൈസും ദാലും സാമ്പാറുമാണ്. അപ്പോൾ ഇതിൻ്റെ പേരുകളെല്ലാം ഈ മുകളിൽ ഇവിടെ ഇങ്ങനെ എഴുതി ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കുപ്പികളിലൊക്കെ എന്തൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളിൽ ഒരു 2 പേര് നിൽക്കുന്ന കാണാം. അതാണ് അവരുടെ ഒരു കിച്ചൺ എന്ന് പറയുന്നത്. എല്ലാം ഹൈജീനിക്കായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ആദ്യമായിട്ട് കഴിക്കാൻ എടുത്തത്. കുറച്ച് റൈസും ബിരിയാണിയും കുറച്ച് ഫ്രൂട്ട്സും. അപ്പുന് എവിടെ പോലെ ഈ ഹക്ക നൂഡിൽസാണ് ഇഷ്ടം. അപ്പോൾ അതൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ കഴിച്ച് വയറൊക്കെ ഏതാണ്ട് പൊട്ടാറായ അവസ്ഥയിലായി. എന്നാൽ ഇനിയും കാര്യങ്ങൾ ബാക്കി കിടക്കുന്നത് കൊണ്ട് തന്നെ വീണ്ടും സ്ഥലമൊക്കെ ഉണ്ടാക്കി കുറച്ച് സ്വീറ്റ്സിൻ്റെ സെക്ഷനിലോട്ട് കടന്നു. ഒത്തിരി ടൈപ്പ് പേസ്ട്രീസ് ഉണ്ട്, എന്തൊക്കെയോ സ്വീറ്റ്സ് ഉണ്ട്. ഇത് വന്നിട്ട് ഗുലാബ് ജാമുൻ, ഒരു ഹൽവ, എന്തോ ഹൽവയാണ്. ഇത് വന്നിട്ട് ജിലേബി, ഇത് വേറെ എന്തോ ഒരു പേരറിയാത്ത ഫ്രൂട്ട്, വീണ്ടും കുറച്ച് പേസ്ട്രീസ്. ഇതൊക്കെ ഐസ്ക്രീമിൻ്റെ സെക്ഷനാണ്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഈ കുപ്പിയിൽ നിന്ന് അവർ ഇട്ട് തരും ഐസ്ക്രീമിലോട്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ എടുത്ത് പ്ലേറ്റെല്ലാം ഫില്ല് ചെയ്ത് ഞാൻ കൊണ്ടുവന്ന് കഴിച്ചതിന് ശേഷം പിന്നെയും ഐസ്ക്രീം എടുക്കാനായിട്ട് പോയി. ചോക്ലേറ്റ് ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതിങ്ങനെ കുത്തിയെടുത്ത് നാക്കിലോട്ട് വെച്ചിട്ട് പ്രത്യേകിച്ച് ഒരു രുചി അറിയുന്നുണ്ടായിരുന്നില്ല, കാരണം വയറൊക്കെ പൊട്ടായിരിക്കുന്ന അവസ്ഥയായിരുന്നു. പിന്നെ വേറൊരു പ്രത്യേകത, നമുക്ക് സെലിബ്രേഷൻ നടത്താം. ബർത്ത്ഡേയും ആനിവേഴ്സറിയൊക്കെ സെലിബ്രേറ്റ് ചെയ്യാം. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ആനിവേഴ്സറി പ്രമാണിച്ചാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. അവർക്കൊരു ട്രീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളവിടെ ഫ്രീ ആയിട്ട് കേക്കൊക്കെ തരും. അപ്പോൾ ഈ ആനിവേഴ്സറി കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ച് 11:30 അവിടെ നിന്ന് ഇറങ്ങി. ഗൈസ് 3 മണിക്കൂറാണ് സ്പെൻഡ് ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.